ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉള്ളിവടയാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളി 3 എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് തൊണ്ടമുളകാണ് 2 എടുത്തിട്ടുണ്ട്, 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമുക്കിത് ഉള്ളി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ബാക്കി മസാലക്കൂട്ടുകളെല്ലാം ചേർക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ തൊഴിലുറപ്പിന് പോയിട്ട് വന്നാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് കുറച്ച് ലേറ്റായി പോകുന്നുണ്ട്. അത് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തിരുന്നു. ആ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. 1 പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ആവശ്യത്തിന് എരിവ് അനുസരിച്ച് ഇടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് 2 കപ്പ് 25 ഗ്രാമിൻ്റെ കപ്പാണ്. നമുക്ക് 2 കപ്പ് കടലമാവിലേക്ക് അല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ എടുത്ത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ കടലമാവ് 2 കപ്പാണ് ഇട്ടിട്ടുള്ളത്, 1 കപ്പ് 25 ഗ്രാമാണ് ഇട്ടിട്ടുള്ളത്. ഇനി ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് വയ്ക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കാം. വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതാ പാത്രം നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളിവടയ്ക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിവട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് കൊച്ചുമോള് വരാത്തത് കൊണ്ട് തന്നെ ഒറ്റയ്ക്കാണ് ഞാൻ എടുക്കണത്. ഇന്ന് സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല ഇതുവരെയും. അപ്പോൾ അതുകൊണ്ട് ട്യൂഷൻ കയറി കാണും, അതാണ്. അപ്പം പോരാക്കുറവുണ്ടെങ്കിൽ ക്ഷമി സദയം. നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം. ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.